പ്രതീകമായ വനിതകൾ പങ്കെടുക്കുന്ന ആ വള്ളങ്ങൾ ഇതാ കടന്നു വരികയാണ്. നാലാം നമ്പർ വള്ളമായ നടുഭാഗം ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദർശന മത്സരം നടക്കുമ്പോൾ ഒരേ താളത്തിൽ ഒരേ വേഗതയിൽ വളരെ അലങ്കൃതമായ വേഷഭൂഷാദികളോടെ അവർ മുന്നിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ തൊട്ടു പിന്നിൽ ആവേശോജ്വലമായ ഒരു പ്രകടനവുമായി വെപ്പ് എ ഗ്രേഡ് വള്ളത്തിന്റെ ഒന്നാം ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞു. ആശാ പുളിക്കക്കളവും അമ്പലക്കടവനും വെങ്ങാഴിയും ജയ് ഷോട്ട് പുളിക്കത്തറയും 1, 2, 3, 4 ട്രാക്ക് യഥാക്രമം ട്രാക്കുകളിലൂടെ കടന്നു വരികയാണ്. ആശാ പുളിക്കക്കളം അംബേദ്കർ ബോട്ട് ക്ലബ്ബ് വെസ്റ്റ് കല്ലട കൊല്ലം ബാലു വെള്ളിയേടത്ത് വീട് നയിക്കുന്നു. അമ്പലക്കടവൻ കരുനാഗപ്പള്ളി ബോട്ട് ക്ലബ്ബ് കാരുണ്യ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ വരുന്നു. വാത്സല്യം മോഹനനാണ് നയിക്കുന്നത്. വെങ്ങാഴി ന്യൂ സ്റ്റാർ ബോട്ട് ക്ലബ്ബ് ചെക്കടിക്കാട് ജോർജ് വർഗീസ് ചെക്കടിക്കാട് നയിക്കുന്നു. ജയ് ഷോട്ട് പുളിക്കത്തറ കൈരളി ബോട്ട് ക്ലബ്ബ് കുമരകം PSU നയിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, വനിതകളുടെ വള്ളം അവിടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തി നിങ്ങൾക്ക് നിങ്ങളുടെ നയനങ്ങൾക്ക് ചാരുത ഏറുമ്പോൾ ഇതാ വാശിയേറിയ വെപ്പ് വള്ളങ്ങളുടെ മത്സരം. പണ്ട് കാലങ്ങളിൽ ചുണ്ടൻ വള്ളങ്ങൾക്ക് അകമ്പടിയായി, ഇരുട്ടുകുത്തി വള്ളങ്ങൾക്ക് യോദ്ധാക്കൾക്ക് അകമ്പടിയായി പാചക പുരകളായി മാറിയിരുന്ന പാചക സാമഗ്രികളുമായി നടന്ന വെപ്പ് വള്ളങ്ങൾ. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ വെപ്പ് എന്ന പേര് തന്നെ വന്നത്. ഏതാണ്ട് ചുണ്ടനോട് സാദൃശ്യമുള്ള അമലവും പരുന്തിന്റെ വാലിനോട് സാദൃശ്യമുള്ള ഒരു അണിയവും. അതുകൊണ്ട് പരുന്തുവാലൻ വള്ളമെന്നും ചില പ്രദേശങ്ങളിൽ വെപ്പ് വള്ളങ്ങളെ വിളിക്കുകയുണ്ടായി. വെപ്പ് 2 വിഭാഗത്തിൽ തന്നെ എ ഗ്രേഡും ബി ഗ്രേഡുമായുണ്ട്. ഏറെ ആളുകൾ കയറുന്ന വെപ്പ് വള്ളങ്ങൾ 45 മുതൽ 50 വരെ തുഴച്ചിൽക്കാർ കയറുന്ന വെപ്പ് വള്ളങ്ങൾ എ ഗ്രേഡ് വിഭാഗത്തിൽ 30 മുതൽ 35 വരെയുള്ള തുഴച്ചിൽക്കാർ കയറുന്ന വള്ളങ്ങൾ ബി ഗ്രേഡ് വിഭാഗം വെപ്പ് വള്ളങ്ങളായി കരുതപ്പെടുന്നു. ഈ വെപ്പ് വള്ളങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളിലെ പോലെ തന്നെ വലിയ പങ്കായങ്ങൾ ചുഴറ്റിയെറിഞ്ഞ് ഇരുവശത്തും കൂടി വള്ളങ്ങളെ കുതിച്ച് മുന്നേറുവാൻ സഹായിക്കുന്ന പങ്കായക്കാരാണ്. ആശാ പുളിക്കക്കളം 1ാം ട്രാക്കിലും അമ്പലക്കടവൻ 2ാം ട്രാക്കിലും വെങ്ങാഴി 3ാം ട്രാക്കിലും ജയ് ഷോട്ട് പുളിക്കത്തറ 4ാമത്തെ ട്രാക്കിലുമായി മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 27ാം നമ്പർ വള്ളം ആശാ പുളിക്കക്കളം, 26ാം നമ്പർ വള്ളം അമ്പലക്കടവൻ, 30ാം നമ്പർ വള്ളം വെങ്ങാഴി, 23ാം നമ്പർ വള്ളം ജയ് ഷോട്ട് പുളിക്കത്തറ. ഈ 4ാമത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ജയ് ഷോട്ടാണോ അതല്ല 3ാമത്തെ ട്രാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വെങ്ങാഴിയാണോ, അമ്പലക്കടവനാണോ 2ാമത്തെ ട്രാക്കിലൂടെ വരുന്ന അമ്പലക്കടവനാണോ മുന്നേറുന്നത് എന്ന് വ്യക്തമായി ആകേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് അവർ പകുതി ദൂരം ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 26ാം നമ്പർ വള്ളം അമ്പലക്കടവൻ, കരുനാഗപ്പള്ളി കാരുണ്യ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന അമ്പലക്കടവൻ 1ാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ 27ാം നമ്പർ വള്ളം ആശാ പുളിക്കക്കളം 2ാമതായി ഫിനിഷ് ചെയ്യുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. തൊട്ട് പിന്നാലെ 30ാം നമ്പർ വള്ളം വെങ്ങാഴി, 23ാം നമ്പർ വള്ളം ജയ് ഷോട്ട് പുളിക്കത്തറയും തൊട്ടു പിന്നാലെ. ആ സമയത്ത് പോലും അവർ തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിൽ 23ാം നമ്പർ വള്ളം മുൻപിൽ കയറുമോ എന്ന് തോന്നുകയാണ്. 26ാം നമ്പർ വള്ളം അമ്പലക്കടവൻ ഏതാണ്ട് വ്യക്തമായ മുന്നേറ്റം കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. വാത്സല്യം മോഹനൻ കരുനാഗപ്പള്ളി കാരുണ്യ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന കൊല്ലം പ്രദേശത്തുള്ള ആവേശഭരിതരായി മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ കർഷക തൊഴിലാളികളും കടലിൽ പോയി പരിചയമുള്ളവരുമൊക്കെ നയമ്പ് പിടിക്കുന്ന അമ്പലക്കടവൻ മുന്നേറ്റം കൈവരിക്കുന്നു. 2ാമതായി പുറകെ എത്തിച്ചേരുന്നത് ആശാ പുളിക്കക്കളമാണ്. അതും കല്ലട ഭാഗത്തു നിന്ന്, കൊല്ലത്തു നിന്നുള്ള 2 വള്ളങ്ങളുടെ വളരെ ആവേശപരമായ, വളരെ ഉജ്ജ്വലമായ, വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വള്ളങ്ങൾ ഇടത്തോട്ട് തിരിയും, കിഴക്കോട്ട് മാറി ഈ നെട്ടായതിനെ വലം വെച്ചുകൊണ്ട് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുന്ന ഒരു രീതി. അതാണ് ഈ